So, how's your dream girl? What's your perspective? അതിനെപ്പറ്റി ഒരു ചെറിയ പാട്ടോ. ഞാൻ കെട്ടുന്ന പെണ്ണ് വെളുത്തിരിക്കണം, വെളുത്തിരുന്നാലും സ്വഭാവം നല്ലതാകണം. എന്റെ ഫെയിം കൊണ്ട് ഫെയിം ആഗ്രഹിച്ച് മാത്രം ഇഷ്ടപ്പെടുന്നത് ഒരു ജീവിതം ഏജൊപ്പം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന പെൺകുട്ടികൾ ഡോക്ടറോ എഞ്ചിനീയറോ പൈലറ്റോ നേഴ്സോ ടീച്ചറോ സിനിമ താരമോ എങ്ങും ആകാം. പക്ഷെ സ്വഭാവം നന്നായാൽ ജീവിക്കാമോ? എന്റെ കൂടെ ജീവിച്ച ഒരു ഗ്യാരണ്ടി ഉണ്ട്, പാമ്പ് കടിയേറ്റ് മരിക്കില്ല, ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കില്ല, അയൺ ബോക്സ് ചൂടാക്കി മുതുകത്ത് വെച്ച് മരിക്കില്ല, മരണമയം ഉണ്ടാകുമെന്ന് കരുതി എന്റെ അടുത്ത് കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് പാട്ട് പാടി ഡാൻസ് കളിച്ച് ജീവിതം മര്യാദക്ക് റിയലായിട്ടും ജീവിച്ച് മുന്നോട്ട് പോകാം. AJP എന്നാൽ എപ്പോഴും കോമഡി അല്ല. ആവശ്യം നേരത്തെ പൊട്ടിത്തെറിക്കാനും രണ്ട് മുണ്ട് മടക്കി കുത്തി രണ്ട് തെറി പറയാനും അറിയാവുന്നവരാണ്. So are you a racist? Are you a racist? പറഞ്ഞെടുത്തത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. നീ സാധനം പോട്ടെ. Are you a racist? ചെറുക്കിന് കാലത്ത് പറഞ്ഞു. I don't know. So racist means you said you want white color, white skin girl. So are you a racist? Almost people are liking good looking personalities and good looking face as are they are looking, but some people don't tell, but I am the real man, public hero. And Santosh Varghese is always telling these types of things. But color is one thing. Because of my uncle. You can judge people by color. No? One example I tell. My uncle is a uncle name was not I revealed, but his color is this type of color. My uncle certainly uncle ash. Because he married, my uncle is a black beauty man, and he married a pure film actress look girl. But I excited what he do. മനസ്സിലായി പറയാം. ഒരു ഇരുന്നറുള്ള ഒരു ചെറുക്കനായിരുന്നു എന്റെ അങ്കിൾ പണ്ട്. ആ വ്യക്തി വെള്ളം കഴിച്ചപ്പോൾ വെളുത്തവണിനെ കിട്ടി. അപ്പോ ഞാൻ ചോദിച്ചിരുന്നു, താങ്കൾക്ക് കറുത്തവണ്ണെ കിട്ടിക്കൂടും? പറ്റില്ല. എന്ന് പറഞ്ഞാ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ. കാരണം അങ്ങനെ കിട്ടിയിട്ട് മുമ്പത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും പറഞ്ഞാൽ നിൽക്കത്തില്ല. അപ്പോ അതിനെപ്പറ്റി പറയാനല്ലോ നമുക്ക്. അപ്പോ നമ്മളെ കാഴ്ചപ്പാടില് ഞാൻ അതിനെ എന്താ പറയാ, കറുത്തവര് നല്ലതല്ല വെളുത്തവര് നല്ലതാണെന്നൊന്നും ഞാൻ ബാധിക്കുന്നില്ല. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ നിൽക്കുന്ന സൊസൈറ്റി, ഞാൻ നിൽക്കുന്ന ഫിലിം കരിയർ, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഒരു മാജിക്കൽ വേൾഡില് നിൽക്കുമ്പോൾ സിനിമ നടനെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ കാര്യമില്ലല്ലോ. അതും കാര്യമില്ല. മാത്രമല്ല, ഇപ്പോ ലോകത്ത് സൗന്ദര്യമുള്ളതും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലുക്കിൽ മാത്രമല്ല മനസ്സിൽ വേണം സൗന്ദര്യം, അത് വേറെ കാര്യം. പക്ഷെ വെളുത്താലും കറുത്താലും മനസ്സിൽ സൗന്ദര്യം വേണം, അത് വേറെ കാര്യം. പക്ഷെ നമുക്കൊരു അലിൻജോസ് പറയുന്ന വ്യക്തി കല്യാണം കഴിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പോരായ്മയും പാടില്ല എന്നൊരു നിഗമനമുണ്ട്. So you want a girl who is same as you, like who is famous as you, or just a girl in famous? എന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഫേമസ് ആവുമല്ലോ. ബിക്കോസ് ഓഫ് You don't want her to be already AJP's wife. അലിൻജോസ് പെരയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ 10 ആളെ തിരിച്ചറിയും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് കെട്ടിക്കൊള്ളാൻ കഴിക്കും. പക്ഷെ അത് ഫെയിം എപ്പോഴും നിലനിൽക്കില്ല. പക്ഷെ എന്നാലും ജീവിതം ഒന്നേ ഉള്ളൂ. നമുക്ക് ഞാൻ ഒരു ബിസിനസ് കൾച്ചറിലേക്കൊക്കെ മാറാൻ പോവുകയാണ്.
അടുത്ത വർഷം മുതൽ So is that the ഒരു reason? you are- ബേക്കറി ടെസ്റ്റ് ചെയ്യല് ഹോട്ടൽ അങ്ങനെ. Is that the reason to change your getup? I don't know. I mean, is that the like you said you are going to be a businessman? So കത്തി കത്തി പതിനാറില്ല. I asked, businessman ആവാൻ പോവാണല്ലോ. ആ. So അതുകൊണ്ടാണ് ഈ getup എന്ന് ചോദിച്ചത്. ഗെറ്റപ്പ് ആർക്കാ ഇഷ്ടമല്ലാത്തത്? കാരണം കഴിഞ്ഞ ദിവസം സന്തോഷ് വർക്കി ഒരു ഇന്റർവ്യൂല് ഗെറ്റപ്പോൾ തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് നമുക്ക് ഓരോരോ മാറ്റം വേണമല്ലോ. പെട്ടെന്ന് ഇന്നലെ ചിന്തിച്ചപ്പോഴാണ് കുറച്ച് ക്യാഷ് കയ്യിൽ വന്നു. അപ്പോൾ ഒരു കോട്ട് വന്നു. So it's your own. നോ ദിസ് വൺ ഡേ Rent. ഒരു 600 above price. Last 24 rupees. So why you change your getup? I also doing my get up to public. ഞാൻ സിനിമ നടന്മാർക്ക് മാത്രം കൊമ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. കാരണം സിനിമ നടന്മാരെ കൂട്ടുമ്പോൾ ഒക്കെ അലിൻ ജോസ് പെരേര സന്തോഷ് വർക്കിയും കൂട്ടിടുമ്പോൾ തോന്നാളി. So are you being public conscious now? What? I mean, yeah, public conscious ആയി തുടങ്ങിയെന്ന് ചോദിച്ചത്. പബ്ലിക് കോൺഷ്യസ് ആവുമല്ലോ. എല്ലാരും ഓരോ സ്ഥലത്തിൽ ചിലരൊക്കെ കോമാളി പറയുമ്പോൾ ഈ നടന്മാരുടെയൊക്കെ പ്രീവിയസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരെത്ര നല്ലോണം തോന്നുന്നു. എല്ലാവരും പേരെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഒരുപാട് കേസിൽ പലരും ഇപ്പൊ പേര് പറയുന്നില്ല. ചിലരൊക്കെ സത്യം ഉണ്ടാവും. ഹേമ കമ്മിറ്റി വന്നപ്പോഴല്ലേ നമ്മുടെ കേസ് എടുത്തിട്ട്. കാരണം അതൊക്കെ ഒരു തണ്ടിത്തരമായിട്ട് കാണിച്ചു. അതല്ലേ ലോകത്തിലെ ആൾക്കാരൊക്കെ പെണ്ണുള്ളി എന്ന രീതിയിലൊക്കെ ആൾക്കാർ ചെയ്തിട്ടോ. കാരണം കുട്ടനടി പ്രത്യേക. So you are continuously being framed. So what's your Continuously being framed. framed? Frame. I mean, Publicity. no. ഞാൻ ചോദിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇപ്പൊ ഹേമകമ്മിറ്റി ഇഷ്യൂസ് പറഞ്ഞു, പിന്നെ വേറെ ഇതിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടല്ലോ. അതാണ് കണ്ടിന്യൂസ്ലി ബീങ് ഫ്രെയിം എന്ന് ചോദിച്ചത്. Yes.